കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയൻ എന്ന നമ്മുടെ പഴയ മുഖ്യമന്ത്രിക്കെതിരെ പല കേസുകളും കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികളുടെ കേസുകളുണ്ടായിട്ടും ഇന്നേ വരെ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക പോലും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിനെതിരെയും അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയും മകനെതിരെയും ഈവൻ ഭാര്യയ്ക്കെതിരെ പോലും വളരെ ഗുരുതരമായ ആരോപണങ്ങളുണ്ടായി. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ഡോളർ കടത്ത് കേസ്, അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പ്, അതിലിപ്പുറത്തേക്ക് മാസപ്പടി വിവാദം. ഇപ്പോൾ ഈ മാസപ്പടി വിവാദത്തിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെയും 2 വീടുകളും അതേപോലെ മരുമകൻ റിയാസിൻ്റെ വീടും അതേപോലെ 10 സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് റെയ്ഡ് നടത്തിയിരിക്കുന്നത്. എന്നാൽ ആ റെയ്ഡ് കഴിഞ്ഞ ശേഷം CPM പ്രവർത്തകർ എൻഫോഴ്സ്മെൻറ്റിൻ്റെ വാഹനം ആക്രമിക്കുകയും അതിൻ്റെ പേരിൽ ഇപ്പോൾ കേസ് വരികയും അവരൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പക്ഷേ ഇതിനെക്കുറിച്ചിട്ട്? അല്ല, കഴിഞ്ഞ ദിവസം കോടതി വിധി ഹൈക്കോടതി വിധി വന്നതിന് ശേഷമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ പെട്ടെന്ന് അങ്ങനെ ഒരു റെയ്ഡ് നടത്തിയേ കൊള്ളാം എന്ന് തോന്നുകയും അവർ റെയ്ഡ് നടത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ റെയ്ഡ് ഈ ED റെയ്ഡ് നടത്തുമ്പോൾ ഒരു പ്രശ്നം, ED ഒരു കാരണവശാലും നിഴലിൽ നിന്ന് പുറത്തല്ല എന്നുള്ളതാണ്. എന്നും കേരളത്തിൽ മാത്രമല്ല മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും ED റെയ്ഡ് നടത്തിയ സമയത്തൊക്കെ അങ്ങനെ തന്നെയാണ്. രാഷ്ട്രീയമാണ് അവരെ പലപ്പോഴും അവരുടെ തീരുമാനമെടുക്കുന്നതിൽ അവരെ നിർണ്ണയിക്കും. ഇപ്പം കോൺഗ്രസിൻ്റെ പല നേതാക്കളെ അവരെ റെയ്ഡ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളുടെ പേരിൽ, പിന്നെ NCPയുടെ നേതാക്കളുടെ പേരിൽ. അപ്പോൾ നമ്മളതിനകത്ത് കണ്ട കാര്യം എന്ന് വെച്ചാൽ റെയ്ഡ് നടത്തി പിടിച്ചു കഴിഞ്ഞാൽ പല ആളുകളും ഉടനെ തന്നെ BJP ചേരുന്ന കാഴ്ചയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ BJP ചേർന്നാൽ ഉടനെ തന്നെ അവരെ അലിക്ക് വെളുപ്പിച്ച് ശരിയാക്കി കൊടുക്കും എന്നുള്ളതാണ്. ഇല്ലാത്ത ആൾക്കാരെയൊക്കെ ജയിലിൽ, ചിദംബരം അടക്കം ജയിലിലേക്ക് പോയത്. അപ്പോൾ ഇവിടെ ആണെന്ന് പറഞ്ഞാൽ CPMൻ്റെ സമുന്നത നേതാവ്, മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ എന്നൊക്കെ പറയുന്ന പിണറായി വിജയൻ റെയ്ഡ്, പിണറായി വിജയൻ അതിൻ്റെ അകത്ത് കേസിൽ ഭാഗമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിലും PV എന്ന പിണറായി വിജയൻ ഈ കേസിൽ പ്രതിയല്ല, അല്ലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് PV എന്ന് പറയുന്ന സംഭവം കിടക്കുന്നുണ്ട്. അവിടെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ PVയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള നിലയിലാണ് ഈ പൈസ മേടിച്ചത് എന്ന നിലക്കാണ് വാങ്ങിച്ചത് എന്ന നിലക്കാണ് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിലേക്ക് ഈ കാര്യങ്ങൾ വരുന്ന. റെയ്ഡ് നടക്കുന്നു, പൊളിറ്റിക്സ് അതിൻ്റെ ഭാഗമാണ് എന്നുള്ളതിൻ്റെ പേരിലാണ് പൊളിറ്റിക്കലായിട്ട് അതിനുള്ള ഒരു പ്രതിരോധം വരുന്നത് എന്നാണ് നമ്മൾ കണ്ടത്. അങ്ങനെ പ്രതിരോധം വരാനുള്ള കാരണം ഇതാണ്, ED തന്നെ പൊളിറ്റിക്കലാണ്. അതുകൊണ്ടാണ് പൊളിറ്റിക്കലായിട്ട് പ്രതിരോധത്തിന് പ്രസക്തി, അല്ലെങ്കിൽ ആ തരത്തിലുള്ളൊരു പ്രതിഷേധത്തിന് പോലും പ്രസക്തിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ബാംഗ്ലൂരിലുള്ള ഷെൽ കമ്പനിക്ക് 2,78,00,000 രൂപ റിക്കാർഡിക്കലി അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഒരു സർവീസും നടത്തിയതായിട്ട് രേഖയിലില്ല. വീണ വിജയൻ കൊടുത്ത മൊഴിയിലും താൻ ഒരു സർവീസും കൊടുത്തിട്ടില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം കിട്ടിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സ്വാധീനത്തിൽ ആണ് ഈ പണം കിട്ടിയെന്നുള്ളത് വ്യക്തമാണ്. നേരത്തെ പല ചർച്ചകളിലൊക്കെ ഞാനും ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. തൊഴിലെടുക്കാതെ കൂലി വാങ്ങുക എന്ന് പറയുന്നത് അത് അഴിമതി തന്നെയാണ്, ആ കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ 1.78 അന്നുണ്ടായിരുന്നു. പിന്നീട് ഓരോ മാസവും അല്ലല്ല, ഇപ്പോൾ അത് വിശദമാക്കുന്നതെന്ന് വെച്ചാൽ എന്താണ്, ഈ CMRLൻ്റെ ഒരു സഹസ്ഥാപനത്തിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട് 50 ലക്ഷത്തിൻ്റെ. അത് രണ്ടും കൂടി ഇതിനകത്തേക്ക് ചേർക്കുന്നതിന് കൂടാതെ പെർ മന്ത് 5 + 8 ലക്ഷം രൂപ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, അത് നേരത്തെ ആയിരുന്നല്ലോ. അല്ല അതിന് ശേഷവും അയച്ചുകൊണ്ടിരുന്നതിന്റെ ടോട്ടലാണ് ഈ കേസ് വരുന്നവരെയുള്ള ടോട്ടലാണ് 2. അല്ല, ഒന്നപ്പോൾ ഈ കടമെടുത്ത പൈസ കൂടി അതിനകത്തുണ്ട്. കാരണം കടമെടുത്തിട്ട് 1-2 തവണയൊക്കെ അടച്ച്, അല്ലെങ്കിൽ മുടക്കി ഇടയ്ക്ക് അടച്ച്, അങ്ങനത്തെ അത് സാധാരണ കടമെടുക്കുന്ന പരിപാടികളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. എന്തായാലും അങ്ങനെ 2.78 കോടി എന്നാണ് പുതിയ കണക്ക്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് വരുന്നത്. ഇപ്പോൾ റെയ്ഡ് ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, റെയ്ഡ് എന്ന് പറയുന്നത് ഷോ ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ. കാരണം ഇവരുടെ കയ്യിൽ അത്തരത്തിൽ എന്തെങ്കിലും രേഖകൾ ഇതുമായി ബന്ധപ്പെട്ടത് പ്രൊഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് പല സമയത്ത് ഇത് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട രേഖ ഉണ്ടാകും. അതല്ലാത്ത ഒരു രേഖയും അവരുടെ അടുത്ത് കണ്ട് എത്താൻ ഒരു സാധ്യതയുമില്ല. കാരണം ഇത് ഏത് സമയത്തും പ്രതീക്ഷിച്ചിരിക്കുന്ന സാധനമാണ്, അവർക്കറിയാവുന്നതാണ്, മറ്റവർക്കും അറിയാവുന്നതാണ്. പിന്നെ റെയ്ഡ് എന്ന് പറഞ്ഞാൽ ഷോ തന്നെയായിട്ട് ഞാൻ കണക്കാക്കുന്നുള്ളൂ. അപ്പോൾ ED വളരെ വിശദമായ ഒരു കുറിപ്പ് അതിനുശേഷം ഇറക്കിയിട്ടുണ്ട്. അതിൽ ഈ 11
10-11 സ്ഥലങ്ങളിൽ നടത്തിയ റെയ്ഡ് എന്ന് പറഞ്ഞാൽ സിഎംആറുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലാണ് ആ റെയ്ഡുകളിൽ ബഹുഭൂരിപക്ഷം വന്നിരിക്കുന്നത്. അവിടെ നിന്ന് പല രേഖകളും കിട്ടിയിട്ടുണ്ടാകും. ഇവരുടെ നിന്ന് ചില നിക്ഷേപത്തിൻ്റെ രേഖകൾ അതിൽ കൂടുതലായിട്ടൊന്നും ഇവരിൽ നിന്ന് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. അവരുടെ മൊബൈൽ അടക്കം മൊബൈൽ ഡിജിറ്റൽ തെളിവുകളൊക്കെ പരിശോധിക്കേണ്ടതാണ്. പിന്നീട് മൊബൈലാണ് പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് വരാൻ സാധ്യതയുള്ളത്. അത് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ തന്നെ ഇത് പൊളിറ്റിക്കൽ ഒരു അലിഗേഷൻ എന്ന നിലയ്ക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് അഴിമതിയാണ് എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളൊരു കാര്യം. അത് പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു മെറ്റലൈസേഷൻ അതിന് വന്നിരിക്കുന്നത്. എന്താണ് അതിനകത്ത് തോന്നുന്നത്? അല്ല, അതിൽ ഇത്തരത്തിലുള്ള റെയ്ഡ് വന്നാൽ നമ്മളെയൊക്കെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് റെയ്ഡ് നടത്തിയിട്ടുണ്ട്. വീട്ടിൽ അവർ വന്ന് റെയ്ഡ് നടത്തിക്കോട്ടെ എന്നുള്ളതാണ് നമ്മൾ എടുക്കുന്ന നിലപാട്. അവർ എന്തുവേണം എടുത്തോട്ടെ, കാരണം നമുക്കൊന്നും പിടിച്ചെടുക്കാൻ നമുക്കെതിരെയുള്ളതൊന്നുമില്ലല്ലോ. ഇവിടെ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഇരട്ടച്ചങ്കനാണ്. ആ ഇരട്ടച്ചങ്കൻ്റെ വീട്ടിലും അതേപോലെ മകളെ എല്ലാ സ്ഥലത്തും റെയ്ഡ് നടത്തിയപ്പോൾ CPM-ൻ്റെ ഒരു ഭാഗം ആളുകൾ ആയുധങ്ങളുമായി എത്തുകയും കൊലവിളി മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും അവസാനം അവരുടെ വണ്ടി പോകുമ്പോൾ ആക്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഗുരുതരമായ പ്രശ്നമായി വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ് മാഷിർ? അല്ല, അത് സ്വാഭാവികം. കാരണം എന്ന് വെച്ചാൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡറിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ ഉണ്ടാക്കാൻ ആ പാർട്ടി കഴിയേണ്ടതാണ്. മറ്റുള്ള ആളുകളുടെ സ്ഥാപനങ്ങൾ റെഡി ചെയ്യുന്ന സമയത്ത് ഉള്ള രീതികളിലല്ല പൊളിറ്റിക്കൽ പാർട്ടീസ് അതിനെ ഡീൽ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ അവർക്കതെങ്ങനെ പൊളിറ്റിക്കൽ ഗെയിനാക്കി മാറ്റാം, അതാണ് അവർ ആത്യന്തികമായിട്ട് അന്വേഷിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മൊബിലൈസേഷൻസ് നടത്തും. ആ മൊബിലൈസേഷൻ തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. മൊബിലൈസേഷൻ പക്ഷേ അവരുദ്ദേശിച്ചായിരിക്കാം ഇത് അടിച്ചു പൊളിക്കലെല്ലാവരും. അതിൽ കുറച്ച് ഞാൻ അല്ലാണ്ട് പെട്ടെന്ന് സ്പോണ്ടേനിയസായി അങ്ങനെ നടക്കുന്ന ഒന്നായിട്ട് നമുക്കതിനെ കണക്കാക്കാൻ പറ്റില്ല. പക്ഷേ കുറേ കാലമായിട്ട് ED-യുമായി ബന്ധപ്പെട്ട ഇവരുടെ ഒരു പൊളിറ്റിക്കൽ ആംഗിൾ എന്ന് തന്നെ പറയുന്നത് ഇങ്ങനെയാണ്. ED ആക്രമിക്കുക എന്ന് പറയുന്ന നിലപാടിലേക്ക് തന്നെ പോകുന്നതാണ്. അതിൻ്റെ റിഫ്ലക്ഷനാണ് യഥാർത്ഥത്തിൽ അവിടെ കണ്ടത്. അത് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു മൊബിലൈസേഷനാണ്. അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ മടിയിൽ കനമുണ്ടെന്നുള്ളതൊന്നും അല്ല പ്രശ്നം. ഇതിങ്ങനെ ചെയ്താൽ പൊളിറ്റിക്കലായിട്ടേ അവർ ഡീൽ ചെയ്യുള്ളൂ. അതങ്ങനെ ഡീൽ ചെയ്തിരിക്കുകയാണ്. അവർ ED-യുടെ വണ്ടി അടിച്ച് തകർത്തു. എനിക്ക് തോന്നുന്നത് ഇവരെല്ലാം തന്നെ ജയിലിൽ പോകും. കാരണം വെച്ചാൽ ഇതിന് ആരുടെയും വാക്കുകൾ കൊണ്ടുള്ള തെളിവൊന്നുമല്ല ആവശ്യം. ഇതെല്ലാം ക്യാമറയുടെ മുന്നിൽ ഒളിച്ചൊന്നും ചെയ്ത കാര്യങ്ങളല്ല, വളരെ വ്യക്തമായിട്ട് ക്യാമറയുടെ മുന്നിൽ നിന്ന് ചെയ്താണ്. എല്ലാ പ്രതികളും കൃത്യമായിട്ട് സ്പോട്ട് ഔട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർ പിടിക്കും, അവരെ ജയിലിലടയ്ക്കും. അങ്ങനെ ഞാൻ കണക്കാക്കുന്നത്. ഈ കേസിൻ്റെ ആസ്പദം 2020 ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കോടതി വിധിയിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് മലയാള മനോരമ ആദ്യം പുറത്തു കൊണ്ടുവന്നത് 2023-24 കാലഘട്ടത്തിലാണ് പുറത്തു വന്നത്. അതിനുശേഷമാണ് ഈ സംഭവം നമ്മളെല്ലാവരും അറിയുന്നത്. 2020 തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഇത് അന്വേഷണം ആരംഭിക്കാൻ തുടക്കമിട്ടിരുന്നു. പിന്നീട് സ്വാധീനപ്രകാരം അതെല്ലാം അവിടെ അടയ്ക്കപ്പെട്ടു. ഇപ്പം ഇത് തുടങ്ങിയതിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? അല്ല, ഇപ്പോൾ കോടതി വിധി വന്നു, അതല്ലാതെ ഒരു സർക്കാർ മാറിയതിൻ്റെ പേരിൽ എന്തെങ്കിലും സംഭവിച്ചു എന്ന് ഞാൻ കണക്കാക്കും. VD സതീശൻ ഡൽഹിയിൽ പോയി പ്രൈം മിനിസ്റ്ററെ കണ്ടു, അതുകൊണ്ടാണ് ഉടനെ തുടങ്ങിയെന്ന് പറയുന്ന മുദ്രാവാക്യമാണ് ഇവർ മുഴക്കില്ല. അതിനെക്കുറിച്ച് മാഷിക്കുന്നത്? അല്ല, അത് ഒരു പൊളിറ്റിക്കൽ ഗെയിന് വേണ്ടി നടത്തുന്നതായിട്ടുള്ള പ്രചരണമാണ്. അത് നടന്നോ ഇല്ലെന്നുള്ളവരെ നമുക്കറിയില്ല. അങ്ങനെ വേണമെങ്കിൽ നടത്താവുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം രാഷ്ട്രീയ ശത്രുയുടെ ഭാഗമായിട്ട് നടക്കുന്ന പലതരം പ്രക്രിയകളുടെ ഭാഗമാണ്. അവരുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം മോദി, ED, VD അല്ലേ, അവരുടെ ഡീൽ എന്നുള്ളത് തന്നെയായിരുന്നു. അതെന്ത് ആണെന്നുള്ള കാര്യം അതിനെക്കുറിച്ച് പറയേണ്ടത് VD സതീശനാണ്. നമ്മളതിൽ പറയുന്നതിൽ ഒരു കഥയുമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്നാൽ എവറിത്തിങ് ഈസ് പൊളിറ്റിക്കൽ. രാഷ്ട്രീയമായിട്ടാണ് ഈ വിഷയം മുഴുവനായിട്ട് ടേക്കപ്പ് ചെയ്യുന്നത്. ഇതിൽ മകള് എക്സാലോജിക് കമ്പനിയിലേക്ക് പണം വന്നിട്ടില്ല എന്ന് അവർ നിഷേധിച്ചിട്ടില്ല. അവർ സർവീസ് നടത്തിയിട്ടില്ല എന്നുള്ള മൊഴിയും വന്നു കഴിഞ്ഞു. ഈ അടിസ്ഥാനത്തിൽ ഇത് കൃത്യമായി അഴിമതി തന്നെയല്ലേ? അല്ല, അവർ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ 2 കമ്പനികൾ തമ്മിലുള്ള എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു പ്രക്രിയ അത് അഴിമതിയാണെന്ന് എങ്ങനെ പറയും എന്നാണ് അവർ ചോദിക്കുന്നത്. മനസ്സിലായി? നമ്മൾക്ക് നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ച് നമ്മൾ പറയുന്നത് എന്താണ്? നിങ്ങൾ പണിയെടുക്കാതെ പണം കിട്ടിയാൽ അത് അഴിമതിയായിട്ടാണ് കണക്കാക്കപ്പെടുക. അതാണ് നമ്മളുടെ ലോജിക്ക്. ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അവിടെ സർവീസും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് അവരല്ലേ ഇവര് ഈ 2 കമ്പനികളും തമ്മിൽ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ. മാത്രമല്ല ഇതിൽ വളരെ വ്യക്തമായിട്ട് ഈ കമ്പനിക്ക് ഇത്തരത്തിലുള്ള കരിമണൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഇതല്ല ഈ എക്സാലോജിക് സൊല്യൂഷൻ. പകരം വിദ്യാഭ്യാസപരമായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട ആപ്പുകളാണ് അവർ
ഉണ്ടാക്കുന്നത്. ഈ അതാകാം. അതിപ്പോൾ മാനദണ്ഡ ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. അല്ല, ഇതിനകത്ത് ബന്ധമൊന്നും ആവശ്യമില്ല. ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥാപനം കരിമണൽ കച്ചവടം നടത്തുന്നു, അത് ഒരു ബിസിനസ്. അതിൻ്റെ സൈഡിൽ അവർ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ജീവകാരുണ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എല്ലാ കമ്പനികളും ചെയ്യുന്ന കാര്യമാണ്. അതൊക്കെ തന്നെ നമുക്കറിയാം പലതരത്തിൽ പൈസ ഡൈവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്നതായിട്ടുള്ള പരിപാടികളാണ്. ഇതിലും അതുതന്നെയാണ് സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതകൾ. പിന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ കരിമണൽ കർത്ത അദ്ദേഹത്തിൻ്റെ വ്യവസായ ലോകം വികസിപ്പിക്കുകയും വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് ലക്ഷക്കണക്കിന് രൂപ സംഭാവന നൽകിയിട്ടുണ്ട്, സഹായം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രേഖകളെല്ലാം കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഡയറിക്കകത്തുണ്ട്. ആ ഡയറി ഇപ്പോൾ എക്കണോമിക്കൽ ഓഫീസറുടെ കയ്യിലിരിക്കുകയാണ്. അതിൻ്റെ വിവരങ്ങൾക്കാറും എല്ലാം അറിയാം. അതിൽ ഒരു പേര് PV എന്നാണ്. അത് പിണറായി വിജയനാണ് എന്ന് പറഞ്ഞെങ്കിലും പിണറായി വിജയൻ നിയമസഭക്കകത്ത് പറഞ്ഞു ആ PV ഞാനല്ല എന്ന് പറഞ്ഞിരുന്നു. അതങ്ങനെ രേഖയിട്ട് കിടക്കുന്നത്. ഇനി അതിനകത്ത് KK എന്ന് പറയുന്ന ഒരാളുണ്ട്, അത് കുഞ്ഞാലിക്കുട്ടിയാണ് എന്ന് പറയപ്പെടുന്നു. നമുക്കറിയില്ല, കുഞ്ഞാലിക്കുട്ടി അങ്ങനെ പറഞ്ഞാൽ അത് കുഞ്ഞാലിക്കുട്ടിയല്ല എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് രമേശ് ചെന്നിത്തല, RC, അങ്ങനെ ഊസി അല്ലേ, ഉമ്മൻചാണ്ടി, ഇങ്ങനെ പല പേരുകളും അതിനകത്തുണ്ട്. അതുകൂടാതെ തന്നെ മിക്കവാറും തന്നെ കരിമണൽ കർത്തയുടെ ഓഫീസിൽ നിന്ന് അതുപോലെ BJPയുടെ 2 നേതാക്കളുടെ പേര്, മുരളീധരൻ്റെയും അതുപോലെ തന്നെ സുരേന്ദ്രൻ്റെ പേരൊക്കെ അതിൻ്റെ അകത്തുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുടെ പേരുകൾ അതിൻ്റെ അകത്തുണ്ട്. 10 ലക്ഷത്തിന് മുകളിൽ സംഭാവന കൊടുത്തിരിക്കുന്ന ആളുകളുടെ പേരുകൾ അതിൻ്റെ അകത്ത് വന്നിട്ടുള്ളൂ. അല്ലാതെ സാധാരണ നമ്മൾ ഈ ഉത്സവകാലങ്ങളിലൊക്കെ ഓഫീസിൽ ചെന്നാലേ അവിടെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ നേതാക്കളും നിൽക്കും. അവർക്ക് പൊതി കൊടുക്കാറുണ്ട്, മാധ്യമപ്രവർത്തകർക്ക് പൈസ കൊടുക്കാറുണ്ട്, എല്ലാവർക്കും പൈസ കൊടുക്കും. ആർക്കും പൈസ കൊടുക്കും പുള്ളി, അത് എഴുതി വെക്കും എന്ന് മാത്രമേ ഉള്ളൂ. ആ ഡയറിയാണ് ഇപ്പോൾ ഇല്ലെങ്കിൽ. അതുകൊണ്ട് ഈ ഡയറിയുമായി ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങളെല്ലാം പോയി കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനത്തിൻ്റെ തിരശ്ശീലയ്ക്ക് പിന്നിൽ എന്താണ് സംഭവിക്കുന്നതെന്നുള്ള കാര്യം ആളുകൾക്ക് കുറേയൊക്കെ ഇപ്പം തന്നെ വ്യക്തമാണ്, നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അതാണ് അതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നില്ല വേറെ വ്യക്തതകൾ ആവശ്യമാണെന്ന്. ഇതെല്ലാം കൈക്കൂലിയും അഴിമതിയും ഒക്കെ തന്നെയാണ്. അത് എക്സാലോജിക്കിൻ്റെ കാര്യത്തിലായാലും ഈ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളുടെ കാര്യത്തിലായാലും സംഭവിച്ചൊക്കെ ഒന്ന് തന്നെയാണ്. വ്യത്യാസം അതിനകത്ത് കൽപ്പിക്കേണ്ടതില്ല. ഇതിന് മറ്റൊരു വശമുണ്ടോ? 10 വർഷമായി ഭരിക്കുന്ന പിണറായി വിജയനെതിരെ കൃത്യമായിട്ട് വലിയ തെളിവുകളുള്ള കേസുകൾ വന്നിട്ടും അതിലൊന്നും തന്നെ കേന്ദ്ര ഗവൺമെൻറ് യാതൊരു നടപടി ഇതുവരെ തൊട്ടില്ല. അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കുക പോലും ചെയ്തിട്ടില്ല. ലാവ്ലിൻ കേസിൽ സുപ്രീം കോടതിയിൽ കൃത്യമായിട്ട് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് 9 വർഷമായി നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സുപ്രധാനമായ കേസിൽ പോലും, അഴിമതി നടന്ന കേസിൽ പോലും അവരാ നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ. അതുകൊണ്ടാണ് അവിടെ നീട്ടിക്കൊണ്ടുപോകുന്നത്. ഇവിടെ അതേപോലെ നയതന്ത്ര ബാഗേജ് സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത്, അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പ്, ഇതിലൊക്കെ തന്നെ ഇന്ന് വരെ പിണറായി വിജയനെ ചോദ്യം ചെയ്യാതിരുന്നത് ഇവർ തമ്മിലുള്ള ഒരു ധാരണ കൊണ്ടായിരുന്നു. അല്ല, അതിൽ നമ്മൾ പറയുന്നത്, നമ്മളെല്ലാം പറയുന്നത് ധാരണ കൊണ്ടാണെന്നാണ്. ഞാനൊക്കെ പറയുന്നത് അങ്ങനെ. കാരണം വെച്ചാൽ അത് പൊതുജനത്തിൻ്റെ ഒരു അഭിപ്രായമാണ്, നമ്മളുടെ ഒരു അഭിപ്രായം അത് തന്നെയാണ്. പക്ഷേ അങ്ങനെ ആകണമെന്നില്ല. കാരണം കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള പേര് കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കുക, പിണറായിയുടെ ഭരണത്തിൽ വരിക, BJPയെ മെല്ലെ വളർത്തിക്കൊണ്ടുവരിക, കോൺഗ്രസ് ഒരു 2 പ്രാവശ്യം വന്നില്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് വളരില്ല, BJP വളർന്നോളൂ എന്നുള്ള സ്ട്രാറ്റജി. അതൊക്കെ ഞാൻ പറയുന്നത് കേരളത്തെ മനസ്സിലാകാതെ എടുക്കുന്ന സ്ട്രാറ്റജികളാണ്. ഇപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും സഹായിച്ചിട്ടാണോ 102 സീറ്റുമായിട്ട് UDF അധികാരത്തിൽ വന്ന് അതിനെന്തെങ്കിലും ന്യായം കൊടുക്കാനായിട്ട് പറ്റും? ഇപ്പോൾ കേരളത്തിൽ ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധമുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ് എന്ത് നടപടി എടുത്താലും ഇല്ലെങ്കിലും അതിനെ ബാധിക്കില്ല എന്നാണ് ഞാൻ കണക്ക്. നടപടി അവർക്ക് എടുക്കാതിരിക്കുകയും ചെയ്യാം, അത് അവരുടെ വിഷയമാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും നിലപാടെടുക്കാനും കഴിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തീരുമാനിക്കുകയും ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ 2021 എന്തുകൊണ്ടാണ് പിണറായി വിജയൻ 2ാമതും അധികാരത്തിൽ വന്നത്? കേരളത്തിലെ ജനങ്ങൾ വളരെ വ്യക്തമായിട്ട് നിരീക്ഷിച്ചൊരു കാര്യമുണ്ട്. കോവിഡ് പ്രളയം മുതലായിട്ടുള്ള ദുരന്തങ്ങൾ വന്ന സമയത്ത് മനുഷ്യ സേവനം, ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഭാഗമായിട്ട് വരേണ്ട സേവനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതൊന്നും തന്നെ മറ്റു പാർട്ടികളുടെ ഭാഗത്തുനിന്ന് വന്നില്ല. അതിൽ പ്രമുഖമായിട്ടുള്ള വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ DYFIയുടെയും അതേപോലെ തന്നെ SFIയുടെയും അതേപോലെ തന്നെ മഹിളാ അസോസിയേഷൻ്റെയും CPM പ്രവർത്തകരുടെയും ആയിരുന്നു കൂടുതലായിരുന്നു. മറ്റവരൊക്കെ ചെയ്തിട്ടുണ്ട്, പേരിനൊക്കെ ആയിരുന്നു. അങ്ങനെ കാണുകയും അതോടൊപ്പം തന്നെ ആ സമയത്ത് എങ്ങനെയാണ് ഒരു സർക്കാർ
ഉണർന്ന് പ്രവർത്തിച്ച് അവരുടെ രക്ഷകരായി മാറിത്തീരേണ്ടത് എന്നൊക്കെയുള്ള സെൻസ് കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അന്ന് ഇടതുപക്ഷത്തിന് കഴിയും. അതുകൊണ്ടാണ് അന്നല്ലേ കോൺഗ്രസ് ജയിക്കേണ്ടതാണ്. നമ്മുടെ ചരിത്രം തന്നെ മാറിപ്പോവുകയായിരുന്നു. കാരണം അന്ന് കോൺഗ്രസ് ജയിച്ചിരുന്നെങ്കിൽ രമേശ് ചെന്നിത്തലയാകുമായിരുന്നു മുഖ്യമന്ത്രി. അപ്പോൾ ഞാൻ പറയുന്നത് അത് കഴിഞ്ഞ് ഇന്ത്യയില് അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള ആളുകൾക്കെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ജയിൽ കിടത്തുകയൊക്കെ ചെയ്തു. എന്നാൽ പിണറായി വിജയനെതിരെ വ്യക്തമായ തെളിവുകളുള്ള കേസുകൾ ഉണ്ടായിട്ടും അത് യാതൊരു തരത്തിലും നടപടി എടുക്കാതെ ഇരിക്കുന്നു ഇത്രയും കാലം. ഇപ്പം അദ്ദേഹത്തിന് അധികാരത്തിൽ നിന്ന് പോയതോടെ ഇനി അദ്ദേഹത്തിന് ആവശ്യമില്ല, അതിൻ്റെ യാതൊരു കാര്യമില്ല എന്നുള്ളത് കൊണ്ടല്ലേ ശരിക്കും ഇപ്പം നടപടി എടുക്കാൻ. അങ്ങനെ ചിന്തിക്കുന്നതിന് വലിയ തയ്യാറൊന്നുമില്ല. പക്ഷേ പെട്ടെന്ന് ഇത് എടുത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉത്തരവ് വന്നു. അതാണ് അതിന്റെ കാരണമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഹൈക്കോടതി ഇതൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ കേസുകൾ വരുമ്പോൾ തന്നെ നടപടി എടുക്കുന്ന ഗവൺമെൻറ്റാണ്. പക്ഷേ ഇവിടെ പിണറായി വിജയൻ്റെ കാര്യത്തിൽ മാത്രം തുടർച്ചയായിട്ട് എന്നാൽ ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ നീട്ടി കൊണ്ടുപോവുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടലാണ് സംഭവത്തിലുള്ളത്. അപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ടുവന്നത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗം തന്നെ ആയിരുന്നില്ലേ? അല്ലാതെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിട്ട് എന്താണ് ഗുണം? ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കില്ല. കോൺഗ്രസ് മുക്ത ഭാരത, കേരളത്തിൽ കോൺഗ്രസിന് അധികാരത്തിൽ വരാതിരിക്കുക, കോൺഗ്രസിന് അധികാരം അതുവരെ പിണറായി വിജയനെ ഇവിടെ നിലനിർത്തുക എന്നുള്ള സ്ട്രാറ്റജി ആയിരുന്നില്ലേ ശരിക്കും? അല്ല, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലേ, ഈ കോവിഡും ഈ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു, കഴിഞ്ഞ തവണ തന്നെ കോൺഗ്രസ് അധികാരത്തിൽ വരുമായിരുന്നു. കേരളത്തിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലി അങ്ങനെയാണ്. 5 വർഷത്തിൽ ഒരു സർക്കാർ, അടുത്ത 5 വർഷം അവർ മാറ്റും. കാരണം വെച്ചാൽ അവരൊന്നും ഫലപ്രദമായിട്ടുള്ള ഒരു പ്രവർത്തിക്കില്ല. അത് കോൺഗ്രസിൻ്റെയും അതുപോലെ CPM-ൻ്റെയും ഇതുവരെയുള്ള സർക്കാരുകളുടെ കാര്യത്തിലൊക്കെ അത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ആളുകൾക്ക് പെട്ടെന്ന് ഇവർ മടുക്കുകയും ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ സർക്കാർ എന്ന് പറയുന്നത് അത്ര എഫിഷ്യൻസി ഇല്ലാത്തതാണെന്ന് പറയാൻ പറ്റില്ല. പല കാര്യങ്ങളും വളരെ എഫിഷ്യൻ്റ് പ്രവർത്തിച്ച സർക്കാരായിരുന്നു. പക്ഷേ അവരുടെ ധാർഷ്ട്യം, ധിക്കാരം, പുച്ഛം, അതുപോലെ തന്നെ മനുഷ്യന് ഇഷ്ടപ്പെടാതായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ എല്ലാ സ്ഥലങ്ങളിലും പിണറായി വിജയനെ പോലെയുള്ളതായിട്ടുള്ള കൊച്ചു പിണറായികളുടെ വളർച്ച, ഇതൊക്കെയാണ് ആ സർക്കാരിനെ എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് താഴെ ഇറക്കുന്നതിൽ ജനം വാശി കാണിച്ച് ആംഗ്രി വോട്ടേഴ്സായിട്ട് മാറിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ 10 വർഷമായിട്ട് ഈ കേന്ദ്ര ഗവൺമെൻറ് ഇദ്ദേഹത്തെ ഒരു ചോദ്യം ചെയ്യാൻ പോലും വിളിക്കാതെ ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് സംരക്ഷിച്ച് നിർത്തിയതിൻ്റെ ഇതാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഞാനങ്ങനെ അത് അവരെ സംരക്ഷിച്ച് നിർത്തുന്നതാണെന്ന് കരുതുന്ന ഒരാളല്ല ശരിക്കും പറഞ്ഞു. കാരണം അവർക്കങ്ങനെ സംരക്ഷിച്ച് നിർത്താൻ പറ്റിയൊരു കേസല്ല അത്. കോടതികളിൽ ഈ സംഭവങ്ങളെല്ലാം എപ്പോഴും നമ്മൾക്ക് വിശ്വസനീയമായിട്ടുള്ള രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് നമ്മൾ കാണാറില്ല എന്നുള്ളതാണ്. കേസ് മാറ്റിവെക്കൽ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമല്ലേ. ആർക്കെങ്കിലും ഉത്തരം നൽകാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്? എന്തുകൊണ്ട് ആ കേസ് ഇത്രമാത്രം വീണ്ടും മാറ്റിവെച്ചു എന്നുള്ളത്. പിണറായിയുടെ ഭാഗത്തു നിന്നുള്ള അഡ്വക്കേറ്റ് പോലും ആ കേസ് വേഗം തീർപ്പാക്കണം എന്ന് പറഞ്ഞിട്ട് അപേക്ഷ കൊടുത്താണ്. എന്നിട്ടും അത് തീർപ്പാക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്ത് രഹസ്യാത്മകമായിട്ടുള്ള ഇടപെടലുകളാണെന്ന് നമുക്ക് മനസ്സിലാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ഒരേപോലെ ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ഇവിടെ മാത്രം തൊടാതിരിക്കുന്നതിൻ്റെ ഇതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. അല്ല, അതിൻ്റെ ഒരു യുക്തി നമുക്ക് അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇയാളെ മാത്രം സംരക്ഷിക്കുന്നു. ഈ കേസ് പിണറായി വിജയന്റെ ഭാവിയെ എത്രമാത്രം ബാധിക്കും? പിണറായി വിജയന്റെ ഭാവി എന്ന് പറയുന്നത് എന്ത്? CPM-ന്റെ ഭാവി, പിണറായി വിജയന്റെ ഭാവി. അല്ല, CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് ഇത് ഇപ്പോൾ അവർ വളരെ കൃത്യമായിട്ടുള്ള പ്രതിരോധിക്കുന്ന തരത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. അവർ ഭരണത്തിലില്ലാത്തിരിക്കുന്നതിന് പേരിൽ അവരുടെ പരിക്കുകൾ കുറവായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭരണത്തിലായിരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ പരിക്ക് അവർക്ക് ഏൽപ്പേ. ഭരണത്തിലില്ലാത്ത കക്ഷികൾക്ക് ഒരു സൗജന്യമുണ്ട് ശരിക്കും പറഞ്ഞു. ഈ കേസ് അവർക്ക് ഗുണമാണോ ദോഷമോ? അല്ല, ഈ കേസൊന്നും അവർക്കൊന്നും ഗുണമല്ലല്ലോ ശരിക്കും. കേസിൻ്റെ രീതികൾ വേണമെങ്കിൽ ഗുണകരമല്ലാതാവും. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം CPM-ൻ്റെ എല്ലാ ഘടകങ്ങളിലും പിണറായി വിജയനെതിരെ അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ നിറഞ്ഞു കവിഞ്ഞ് പുറത്തു വന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് വരികയും അദ്ദേഹം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് വരികയും അത്തരം സംഭവങ്ങളെല്ലാം പെട്ടെന്ന് ഇനി പോവുകയും ചെയ്യും. ഈ രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ്. ഒരു തിര വരുന്നു, മാഞ്ഞു പോകുന്നു, മറ്റൊരു തിര വരുന്നു. ആ വിഷയങ്ങളുടെ പിന്നാലെയാണ് ആളുകൾ പിന്നാലെ പോകുന്നത്. അതുകൊണ്ട് പിണറായിക്ക് വ്യക്തിപരമായിട്ട് ഈ സംഭവങ്ങൾ ഗുണകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കേസും മറ്റു കാര്യം എന്നൊക്കെ വെച്ച് കോടതിയിൽ വരുന്ന കാര്യങ്ങൾ, അത് വരുന്ന സമയത്ത് ഉള്ള റിസൾട്ടാണ് എന്ത് ചെയ്യുന്നത്. ചിലപ്പോൾ അവരെ അപകടത്തിലാക്കും, ചിലപ്പോൾ അവരെ രക്ഷപ്പെടുത്തും. പക്ഷേ അതാത് സമയത്ത് നടക്കുന്ന പൊളിറ്റിക്കൽ ഇൻസ്റ്റിങ്സുകൾ എന്ന് പറയും, ചിലപ്പോൾ ഗുണവും ചിലപ്പോൾ ദോഷമായിട്ട് വരും. ഇപ്പോൾ പൊതുവേ അത് പുള്ളിക്ക് ഗുണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ മുഴുവൻ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ
ഈ പാർട്ടിയുടെ എന്താണ് ബ്രാഞ്ച്, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, സെൻട്രൽ കമ്മിറ്റി, പൊളിറ്റ് ബ്യൂറോ, ഇവിടെയെല്ലാം അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അതിനൊക്കെ മറികടക്കാൻ ഈ കേസ് സഹായിച്ചു എന്നാണ്. അല്ല, അത് പെട്ടെന്ന് തന്നെ അത് എന്ത് ചെയ്യും, ഡൈവേർട്ട് ചെയ്തിട്ട് സബ്സിഡൈസ് ചെയ്യപ്പെടും. പിന്നെ ശ്രദ്ധ ഇന്നത്തേക്കാണ് വരും. അപ്പൊ ഈ കേസ് മാഷ് പറയുന്നത് പിണറായി വിജയന് ഗുണകരമായി മാറിയിരിക്കുന്നു താൽക്കാലികമായിട്ട്. അങ്ങനെ കേസല്ല, കേസുമായി ബന്ധപ്പെട്ട സംഭവം. കേസ് എന്ന് പറയുന്നത് ഇനി തീരുമാനമാകുമ്പോഴാണല്ലോ അത് ഗുണമോ ദോഷമെന്ന് അറിയുന്നത്. ആ കേസ് തന്നെ പുള്ളിക്ക് എപ്പോഴും ദോഷമായിട്ട് വന്നിട്ടുള്ളത് ഒന്നായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, കാരണം അത് അങ്ങനെ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. അതായത് മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു പിതാവിനെ മാർക്കറ്റ് ചെയ്ത് കാശ് വാങ്ങിക്കുന്ന മകൻ, അതാണല്ലോ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് ഒരിക്കലും ഗുണകരമായ കാര്യമല്ല. അല്ല, പിതാവ് തന്നെ പൈസ മേടിച്ചിട്ടുണ്ട്. അത് അങ്ങനെ അങ്ങനെ അതെ, രണ്ട് ഞാൻ പറഞ്ഞ ഇതൊരു കുട്ടിക്കച്ചവടമാണല്ലോ ശരിക്കും പറഞ്ഞിട്ട്. നമ്മളെപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഈ അച്ഛൻ മാത്രമല്ല ആരും ഒരു അധികാര കേന്ദ്രത്തിനോട് മുട്ടി നിൽക്കാനായിട്ട് ശ്രമിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകരോ ആദർശാത്മകമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരോ. കാരണം അവർ ഇത്തരത്തിലുള്ള വലിയ കുഴപ്പങ്ങളിൽ ചേരും. ബംഗാളിൽ ജ്യോതി ബസുവിൻ്റെ മകൻ ബിസ്ക്കറ്റ് കമ്പനി ബിസിനസ്സുകാരനായി, അതും ഇതുമായൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉയർത്തപ്പെട്ട കാര്യങ്ങൾ. അങ്ങനെയാണ് അവിടെ തകർച്ചയ്ക്ക് തുടക്കമിടുന്നത്. അങ്ങനെയാണ് ആ പ്രശ്നങ്ങളുണ്ട്, അഴിമതികളിലേക്ക് വരുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാമെന്ന് എനിക്ക് തോന്നണം എൻ്റെ ബാക്കിയുള്ള സവിശേഷതകൾ. അല്ല, തകർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഈ പ്രശ്നം എന്തായി തീരും എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റാത്ത സ്ഥിതിയിലേക്കാണ് പോകുന്നത് എന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ പിണറായി വിജയൻ്റെ ബാക്കിയുള്ള കേസുകളും ഇതോടൊപ്പം തന്നെ പൊങ്ങി വരുമോ എന്നുകൂടി നമ്മൾ കാത്തിരിക്കുകയാണ്. നന്ദി, നമസ്കാരം.